ഷിറൂരിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ കേരളത്തിലെ സാഹചര്യം എങ്ങനെയെന്ന് വിശദമായി പരിശോധിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ എല്ലായിടത്തു നിന്നും തയ്യാറാണ്. ഇനി മലപ്പുറത്തേക്കാണ്. മലപ്പുറം ഇടിമുഴിക്കലിൽ ദേശീയപാതയ്ക്കായി മണ്ണെടുക്കുന്നത് അശാസ്ത്രീയമായി. കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടെ നിരവധി അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മണ്ണെടുത്ത സ്ഥലങ്ങളിൽ അപായ സൂചന ബോർഡുകളോ താഴേക്ക് വീഴാതിരിക്കാനുള്ള സംവിധാനമോ ഒരുക്കിയിട്ടില്ല. ഇടിമുഴിക്കലിൽ നിന്നും സാനിയ മനോമിയാണ് വിവരങ്ങളുമായുള്ളത്. സാനിയോ, എന്താണ് ഇടിമുഴിക്കലിൽ കാണുന്നത്? മലപ്പുറം മലബാർ ഭാഗത്തേക്കാണ് ഈ NH നിർമ്മാണം വലിയ തോതിൽ അപകട ഭീഷണി ഉയർത്തുന്നത് എന്നുള്ള കാര്യം ജനപ്രതിനിധികൾക്ക് തന്നെ വ്യക്തമായിട്ടുള്ളതാണ്. ഷൂറിൻ്റെ പശ്ചാത്തലത്തിൽ MK രാഘവൻ MP തന്നെ പറയുന്നത് നമ്മുടെ മലബാറിൽ ഇത്തരത്തിലൊരു അപകടത്തിന് സാധ്യതയുണ്ട്, പല റോഡുകളും ഈ രൂപത്തിലാണ് നിർമ്മിച്ചതെന്ന്. എന്താണ് ഇടിമുഴിക്കലിൽ കാണാനാകുന്നത് സാനിയോ? ഇടിമുഴിക്കലിലെ സാഹചര്യവും അപകടകരമാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ തന്നെ സംസാരിക്കുമെന്ന് തോന്നുന്നു. കഴിഞ്ഞ 2 ആഴ്ച മുൻപാണ് ഈ മല അങ്ങനെ തന്നെ, ഈ കുന്ന് അങ്ങനെ തന്നെ ഇടിഞ്ഞ് താഴെ റോഡിലേക്ക് വന്നത്. 12 ദിവസം ഇവിടുത്തെ ഗതാഗതം പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് മല ഇടിയുന്ന സമയത്ത് ഏതെങ്കിലും വാഹനമോ മറ്റോ ഇതിനുള്ളിൽ പെട്ടുപോയിരുന്നുവെങ്കിൽ വലിയ അപകടമുണ്ടായേനെ എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ തന്നെ പറയുന്നത്. നമുക്കിപ്പം മെമ്പർമാരും നാട്ടുകാരും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഈ മണ്ണിടിയുന്നതിന് പകരമായി അവിടെ ഒരു ഷീറ്റ് കൊണ്ട് മറച്ചിരിക്കുകയാണ്. അതായത് മഴവെള്ളം അതിലേക്ക് വീഴാതിരിക്കാൻ ഷീറ്റ് കൊണ്ട് മറച്ചിരിക്കുന്നു. എത്രമാത്രം അശാസ്ത്രീയമാണ് അതെന്ന് നമുക്ക് മനസ്സിലാവും. താഴെ നിന്ന് റീറ്റെയിനിങ് വാൾ കെട്ടി വരുന്നത് കാണുന്നുണ്ട്. നേരത്തെ നമ്മൾ പന്തീരാങ്കാവിലും മറ്റും കണ്ടതാണ്. റീറ്റെയിനിങ് വാൾ കെട്ടുന്നതിനിടെ മണ്ണ് തിക്കി അത് റീറ്റെയിനിങ് വാൾ തന്നെ തകർന്ന് മറ്റ് വീടുകളിലേക്കും മറ്റും വീഴുന്നത് കണ്ടതാണ്. ഇത് നേരിട്ട് വാഹനങ്ങളുടെ മുകളിലേക്കാണ് വീഴുക. റീറ്റെയിനിങ് വാൾ പകുതിയായിട്ടേ ഉള്ളൂ. പക്ഷേ അതിന് തന്നെ പലയിടത്തും പൊട്ടലുകളുണ്ട്. അതിനടുത്ത് പോയി നമുക്ക് ദൃശ്യങ്ങൾ എടുക്കുക സാധ്യമല്ല. കാരണം അത് റോഡാണ്, റോഡിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് അങ്ങോട്ട് പോകൽ സാധ്യമല്ല. ഏതായാലും റീറ്റെയിനിങ് വാൾ കെട്ടുന്നുണ്ടെങ്കിലും അത് പൊട്ടാനായിരിക്കുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാരും പഞ്ചായത്ത് മെമ്പർമാരും എല്ലാവരും നമുക്കൊപ്പം ഉണ്ട്. ഇത് വളരെ അശാസ്ത്രീയമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മുൻപൊക്കെ ഈ റോഡ് മുന്നേ തന്നെ പൊട്ടുന്നതുമായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മണ്ണെടുക്കുമ്പോൾ അതിനുള്ള അനുകൂല സാഹചര്യങ്ങളൊന്നും ഒരുക്കാതെ മണ്ണെടുക്കുന്നത് ഒരു അപകടകരമായ ഒരു സാഹചര്യം കൂടിയല്ലേ ഉണ്ടാക്കുന്നത്. അതായത് ഇത് മുൻകാലത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്പിന്നിംഗ് മില്ല് എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്ത് അന്ന് കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ണുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഭിത്തിയാണെങ്കിൽ ഉറച്ചു നിൽക്കുന്ന മണ്ണുകളായിരുന്നു. ഇപ്പോൾ ഈ റോഡിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ കൂടെ ഉള്ള ഈ റോഡ് പുതിയതായി വെട്ടിയ സമയത്ത് കട്ടിങ് കൂടുകയും, അതായത് ഹൈറ്റ് കൂടി, അതെന്ന് പറഞ്ഞാൽ സ്ലോപ്പായിട്ട് കിടക്കുന്ന സ്ഥലമായിരുന്നു. ആ കട്ടിങ് കൂടിയ സമയത്ത് എന്ന് പറഞ്ഞാൽ മണ്ണുകളെല്ലാം ഇളകി ആ കണ്ടീഷനിൽ നിൽക്കുന്ന സമയത്താണ് കഴിഞ്ഞ 2 മാസം മുന്നേ മെയ് മാസം 22-ാം തീയതിയോട് കൂടിയിട്ട് ആ ശക്തമായ മഴയിൽ ഇതേമാതിരത്തെ നിങ്ങൾ കാണുന്ന കല്ലുകളുണ്ടല്ലോ, അതേമാതിരത്തെ കല്ലുകൾ ഈ മണ്ണുകളെല്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് മൊത്തം ഈ റോഡിലേക്ക് ഇട്ട് അവിടെയുള്ള വെള്ളം, അതായത് ഈ സ്പിന്നിംഗ് മില്ല് നിൽക്കുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്ല് മാത്രമേ ഉണ്ടായിരുന്നു. അത് 25 ഏക്കറോളം ഉള്ള സ്ഥലങ്ങൾ. അന്ന് ഈ ഇതിങ്ങനെ മണ്ണിടിയുന്ന സമയത്ത് വാഹനങ്ങളോ മറ്റോ ഉണ്ടായിരുന്നെങ്കിൽ വലിയ അപകടം ഉണ്ടായിരുന്നുണ്ട്. ഇന്നിപ്പം നമ്മൾ അവിടെ സംഭവിച്ചമായിരുന്നു കഴിഞ്ഞാൽ മണ്ണിന്റെ അടിയിൽ ആ വാഹനങ്ങളാവും 100% അങ്ങനെയാണ്. അപ്പോൾ അത് ഉണ്ടാവരുതെന്നുള്ള നിലക്കാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 മാസത്തോളം ഈ റോഡ് അടച്ചിട്ടിരിക്കുന്നു. ഈ നാഷണൽ ഹൈവേ അടച്ചിട്ടിട്ടെന്ന് പറഞ്ഞാൽ അധികം വണ്ടി മറ്റേ കുളക്കുത്ത് ഭാഗത്ത് കൂടെ തിരിച്ചു വിടുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ മുകളിൽ വന്ന ഈ ഫൗണ്ടേഷൻ, സവാന ഫൗണ്ടേഷൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ മൊത്തം ബിൽഡിങ്ങാണുള്ളത്. പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ മഴ പെയ്തിട്ടെന്ന് പറഞ്ഞാൽ വെള്ളം ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് ബിൽഡിംഗ് ആയി ആ വെള്ളം എല്ലാം കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കിയാൽ അറിയാം, പൈപ്പ് ഇട്ടിട്ട് റോഡുമേക്കാണ് പെട്ടത്. റീറ്റെയിനിങ് വാളിൽ അടക്കം നിറയെ പൊട്ടലുകളുണ്ട്. ആ ഓട്ടോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ കാണാം മൊത്തം പൊട്ടലുകൾ. ഈ റിട്ടേണിംഗ് വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാധാരണക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടോ മറ്റൊന്നോ ഉണ്ടാക്കുമ്പോൾ അത് പാലിക്കേണ്ട ഒരു മാനദണ്ഡം ഇത് പാലിച്ചില്ല. റോഡിന്റെ ആ ബൗണ്ടറി തന്നെ ഇത്ര ഹൈറ്റോളമുള്ള റിട്ടേണിംഗ് വാൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അശാസ്ത്രീയമാണ്. അത് പറഞ്ഞ പോലെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഏകദേശം 10 മീറ്ററോളം ഹൈറ്റിലാണ്. 10 മീറ്റർ ഹൈറ്റോളം. ഇതിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു തലക്കെന്ന് പറഞ്ഞാൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിൽ പോകുന്ന എല്ലാ വണ്ടീൻ്റെ മേലേക്ക് ഈ റിട്ടേണിംഗ് വാൾ മൊത്തത്തിൽ വീഴുക. ഒരു കെട്ടിടം പോലെ കാണുന്നുണ്ട്, അതെന്താണ്? അത് ഒരു ഓഫീസാണെന്നാ പറയണത്. ആ കെട്ടിടത്തിന്റെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല. കെട്ടിടമടക്കം ഇങ്ങ് പോരുന്നത് അതാണ് അവിടെ മുഴുവൻ ടാർപ്പായ, അന്ന് മുതൽക്ക് ആ ടാർപ്പായ ഇട്ട് വെച്ചത് അതാണ്. ആ കെട്ടിടം അടക്കം എന്ന് പറഞ്ഞാൽ ഇടിഞ്ഞ് ഈ റോഡുമൊക്കെ പോരാനുള്ള സംവിധാനം. മേഡത്തിന് നോക്കിയാൽ കാണാം, ഇതാ ഈ കല്ലുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ അവിടെ കട്ട് ചെയ്ത് വെച്ചതാണ് മണ്ണ്. ആ ലൂസ് മണ്ണാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ആ മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴവെള്ളം ഇറങ്ങുമ്പോൾ തന്നെ ആ കല്ലുകൾ മൊത്തം തന്നെ അങ്ങോട്ട് വീഴുന്നത്. ഇവിടെ യാത്രക്കാരെന്ന നിലക്ക് അല്ലെങ്കിൽ ഡ്രൈവർമാരെന്ന നിലക്ക് ഇത് വലിയ അപകടം ഉണ്ടാക്കാനുള്ള സാധ്യത, വലിയ അപകടം ഉണ്ടായിരുന്ന ഇതായിരുന്നു. വലിയ അന്ന് ഫസ്റ്റത്തെ മഴ പെയ്ത് തന്നെ അവിടുത്തെ വെള്ളം
പുറത്ത് ഇങ്ങോട്ട് പോയിട്ട് അവിടുന്ന് ഒരു ആൾ മരിക്കാനിടണ്ടായി. ആ വെള്ളം അധികം ചെന്നിട്ട് പിന്നെ ഇതാ ഇവിടുന്ന് തൊട്ട് ആ തല വരെ എന്നും ബ്ലോക്കാണ്. ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടുന്ന് ആ തല വരെ എന്നും ബ്ലോക്കാണ്. പിന്നെ ബ്ലോക്ക് ആകുമ്പോൾ ഒരു ആംബുലൻസിന് പോലും പോകാൻ കഴിയാത്ത രീതിയിൽ റോങ് സൈഡ് കയറി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഒച്ച കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഡ്രൈവർമാരാകുമ്പോൾ ഞങ്ങൾ അവിടുന്ന് വാഹനങ്ങൾ നിർത്തി കൊടുത്തിട്ട് ഓർക്ക് പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. അപകടം ഉണ്ടാക്കുന്ന എല്ലാ സാഹചര്യമാണ്. ഇപ്പോൾ ഇത് ഫുള്ള് റോഡ് കുഴിയാണ്. ഇപ്പോൾ രാവിലെ പോലും വന്ന് നീക്കി കൊടുത്തതാണ് ഇപ്പോൾ ഇത് അത് വണ്ടി പോണത് ഈ റീറ്റൈനിങ് വാളിന്റെ അടുത്തേക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല, കാരണം അവിടെ മണ്ണിട്ടായതുകൊണ്ട് തന്നെ. അപ്പോൾ റീറ്റൈനിങ് വാൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അവിടെ ഇങ്ങനെ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. അത് ഇവിടുന്ന് നോക്കിയാൽ ഒരു ആ തല വരെ പോയി കഴിഞ്ഞാൽ 15 ഭാഗത്തായിട്ട് ഈ പൊട്ട് വന്നിട്ടുണ്ട്. ഏത് സമയത്തും പൊളിഞ്ഞു വെക്കാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ മാതിരി ശക്തമായ മഴ പെയ്ത് കഴിച്ചാൽ ചിലപ്പം ഈ വാള് തകർന്നു പോകാൻ സാധ്യത ഉണ്ട്. പലവട്ടം ഈ കമ്പനിയോട് നമ്മളെ ഈ പഞ്ചായത്തും ഇവരൊക്കെ ആവശ്യപ്പെട്ടതാണ് ഈ പണി നിർത്തിവെക്കാം. ഇപ്പം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ ഏത് സമയത്തും ഈ മറ്റേ കർണാടകയിൽ ഉണ്ടായ മാതിരി ദുരന്തം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ് ഇവിടുത്തെ പ്രദേശത്തെ ജനങ്ങളായി നമുക്ക് പറയാനുള്ളത്. വലിയ അപകടത്തിന്റെ സാഹചര്യമാണ് ഇടിമുഴിക്കലുള്ളത്. ദേശീയപാതക്കായി മണ്ണെടുക്കുന്ന അശാസ്ത്രീയമാണ് എന്നതിന്റെ കൃത്യമായ തെളിവുകളാണ് ഇടിമുഴിക്കലിൽ നിന്ന് കാണുന്നത്. ഇവിടെ മല ഇടിഞ്ഞു കഴിഞ്ഞു, മല ഇടിഞ്ഞൊരു ഭാഗത്തേക്ക് വീണു. ഭാഗ്യത്തിന് അവിടെ വാഹനങ്ങൾ ഓടിയിരുന്ന സമയമായിരുന്നില്ല, അതുകൊണ്ട് തന്നെ വലിയ ദുരന്തം ഒഴിവായിരിക്കുന്നു. അവിടെ ഇനി മല ഇടിയാതിരിക്കാൻ ചെയ്തു വെച്ചിരിക്കുന്ന നടപടി നോക്കൂ. അവിടെ ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മഴ തടയാൻ വേണ്ടി മലയ്ക്ക് മുകളിൽ ഷീറ്റ് വിരിച്ചിരിക്കുകയാണ്. ഇത്രയും മാത്രം അശാസ്ത്രീയമായ രീതിയിലാണ് അപകടങ്ങൾ ഒഴിവാക്കാനുള്ള നടപടിയെടുത്തു എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൃത്യമായ ഉത്തരവാദിത്തമുള്ള വിഷയമാണ്. ഇതിൽ കേന്ദ്ര സർക്കാർ ആരോടൊക്കെ വിശദീകരണം തേടും? യഥാർത്ഥത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി എങ്ങനെയാണ് റോഡ് നിർമ്മിക്കുന്നതെന്ന് വിശദമായ പരിശോധനയിലേക്ക് കേന്ദ്രം കടക്കേണ്ട സാഹചര്യം അതിക്രമിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ ദൃഷ്ടാന്തമാണിപ്പോൾ കേരളത്തിലെ മലബാറിലെ 3 റോഡുകളിൽ നിന്നായി നമ്മൾ കണ്ടത്. ആദ്യം തൃശ്ശൂരിൽ കണ്ടു, വടകരയിലും കൊയിലാണ്ടിയിലും കണ്ടു, ഇപ്പോൾ മലപ്പുറം ഇടിമുഴിക്കലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഞങ്ങളെ പ്രതിനിധി